ഇന്ന് നമ്മൾ കോവയ്ക്ക കൊണ്ട് കോവയ്ക്ക ഒട്ടും ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വഴറ്റാനായി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി എടുക്കാം. നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ അതിനെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഇത്തിരി കരിയേപ്പില ഇട്ടു. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ചേർക്കാം. അതൊന്ന് വഴന്നതിന് ശേഷം നമ്മൾ നീളത്തിൽ കീറി വെച്ച കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കൈ എടുക്കാതെ ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി നമുക്ക് മൂടിയിട്ട് അടച്ച് വെക്കാം. അടച്ച് വെക്കുമ്പോൾ വളരെ കുറച്ചാണ് ഇടേണ്ടത്. നമ്മൾ വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചിട്ടില്ല. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി തേങ്ങ, 3 കൊച്ചുള്ളി, 1.5 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് അരയ്ക്കുന്നത്. ഇത് ഒരുപാട് അങ്ങ് അരയണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. നമ്മൾ മൂടി തുറന്നു അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചേർത്ത് നമുക്ക് ഇതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ മീനൊക്കെ ചേർക്കുന്ന പോലെ തന്നെ നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അതൊന്ന് തിള വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ലേശം ഉലുവാപ്പൊടി മതി. അതിനുശേഷം നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് പറ്റിക്കോട്ടെ. അതിനായിട്ട് അടച്ച് വയ്ക്കാം. പുളിയൊക്കെ ഒന്നുകൂടെ നിറങ്ങി വെള്ളമൊക്കെ ഒന്ന് പറ്റി അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ കരിവേപ്പില ഇട്ടും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല അടിപൊളിയാണ്. കോവയ്ക്കയുടെ യാതൊരുവിധ ടേസ്റ്റും ഇതിലില്ല. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. താങ്ക് യു.